ബിജെപിയിൽ ചേർന്നില്ലെങ്കിൽ ഇഡി അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയുണ്ടെന്ന് ആം ആദ്മി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി. ഒന്നുകിൽ ബിജെപിയിൽ ചേരുക, അല്ലെങ്കിൽ ഒരു മാസത്തിനകം തന്നെയും 3 ആം ആദ്മി നേതാക്കളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഭീഷണിയുള്ളതെന്നും അവർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ വഴിയാണ് ബിജെപി തന്നെ സമീപിച്ചത്. ഒന്നുകിൽ ബിജെപിയിൽ ചേർന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇഡിയുടെ അറസ്റ്റ് നേരിടേണ്ടി വരുമെന്നാണ് തന്നോട് പറഞ്ഞത്. എല്ലാ AAP നേതാക്കളെയും ജയിലടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായാണ് തന്നോട് ചില വൃത്തങ്ങൾ അറിയിച്ചത്. ആദ്യം സത്യേന്ദർ ജെയിൻ, രണ്ടാമത് മനീഷ് സിസോദിയ, പിന്നീട് സഞ്ജയ് സിംഗ്, ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ അറസ്റ്റിലായി. ഇനി താൻ, രാഘവ് ചദ്ദ, ദുർഗേഷ് പഥക്, സൗരഭ് ഭരദ്വാജ് എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ബിജെപിയുടെ പ്ലാൻ, അതിഷി ആരോപിച്ചു. വരും ദിവസങ്ങളിൽ ഇഡി തന്റെയും ബന്ധുക്കളുടെയും വസതികളിൽ റെയ്ഡ് നടത്തുമെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയതായും അതിഷി പറഞ്ഞു. ഇന്നലെ എന്റെയും സൗരഭ് ഭരദ്വാജിന്റെയും പേര് ഇഡി കോടതിയിൽ പരാമർശിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഇഡിയുടെയും CBIയുടെയും പക്കലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. ഇപ്പോൾ ഈ മൊഴി ഉന്നയിക്കുന്നതിലെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഞായറാഴ്ച നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ രാംലീല മൈതാന റാലിയുടെ വിജയം ബിജെപി വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചതുകൊണ്ട് AAPയുടെ ശിഥിലീകരണം സംഭവിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതിഷി കൂട്ടിച്ചേർത്തു. അതേസമയം ദില്ലി മദ്യനയക്കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലാണ്. 15 ദിവസത്തേക്കാണ് റോസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്റെയും സൗരഭ് ഭരദ്വാജിന്റെയും പേര് കോടതിയിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അതിഷി ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിഷിക്കും സൗരഭിനും റിപ്പോർട്ട് നൽകിയത് മദ്യ അഴിമതിയിലെ കേന്ദ്ര വ്യക്തിയായ വിജയ് നായരാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തങ്ങളെ അറിയിച്ചതായി ഇഡി അവകാശപ്പെട്ടിരുന്നു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും സത്യേന്ദർ ജെയിനും ജയിലിൽ കിടന്നിട്ടും ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒറ്റക്കെട്ടാണെന്ന് ബിജെപിക്ക് മനസ്സിലായി. ആം ആദ്മി പാർട്ടിയുടെ അടുത്ത നേതൃത്വ നിരയെ ജയിലിൽ അടക്കാനാണ് ഇപ്പോൾ അവർ പദ്ധതിയിടുന്നത് എന്നും അതിഷി അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിലേക്ക് മാറ്റിയ അരവിന്ദ് കെജ്രിവാളിനെ CBI ഉടൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹി കോടതി ഏപ്രിൽ 15 വരെയാണ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.